മലപ്പുറം പുത്തനങ്ങാടിയിൽ 7 പേരെ കടിച്ച നായയെ ചത്ത നിലയിൽ കണ്ടെത്തി. പുത്തനങ്ങാടിക്ക് സമീപം മണ്ണംകുളത്താണ് നായയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, എന്നാണ് നായ ആളുകളെ കടിച്ചിരിക്കുന്നത്? നായ്ക്ക് പേവിഷബാധയുള്ളതായി സംശയിക്കുന്നുണ്ടോ? ലക്ഷ്മി, ഇന്നലെ വൈകിട്ട് ഒരു 4:30 കൂടിയിട്ടാണ് ഈ പുത്തനങ്ങാടിയിൽ വീടിന് സമീപത്തു നിന്ന്, വീടിന്റെ പുറകുവശത്തു നിന്നാണ് ഈ തിരുനായ ആക്രമണം ഉണ്ടായത്. അതിൽ 3 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞു ഉൾപ്പെടെ ഉള്ളവരെ തിരുനായ കടിച്ചിരുന്നു. അങ്ങനെ 7 പേരെ കടിച്ചത്. മാതാവിന്റെ തോളിൽ കിടക്കുകയായിരുന്ന കുഞ്ഞിന്റെ മുകളിൽ ചാടി വിട്ടാണ് ഈ തിരുനായ കടിച്ചിരുന്നത്. എന്തായാലും ഈ തിരുനായ ഇപ്പോൾ ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് വിഷബാധ ഉണ്ട് എന്നുള്ളതെല്ലാം ആരോഗ്യവകുപ്പും വെറ്റിനറി വിഭാഗവും പരിശോധിക്കുന്നുണ്ട്. ഈ ചെറിയ കുഞ്ഞ്, 3 മാസം പ്രായമുള്ള കുഞ്ഞ് മാത്രം ഇപ്പോൾ MES മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ബാക്കി എല്ലാവരെയും 6 പേരെയും ഇന്നലെ തന്നെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചിരുന്നു. പക്ഷേ ഈ തിരുനായ ചത്ത സ്ഥിതിക്കും ഒപ്പം തന്നെ ഇതിന് പേവിഷബാധ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നതിനനുസരിച്ച് ഇവരുടെ ചികിത്സാ കാര്യങ്ങളും മറ്റ് പരിശോധനയും ഉണ്ടാവുമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഏറെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വിഷയത്തെ ആരോഗ്യവകുപ്പും കാണുന്നത്. ശാന്തകുമാർ വെള്ളാലത്ത്, മലപ്പുറത്ത്.